അജ്മൽ സർ, എന്താണ് രണ്ട് കോളത്തിൽ ഒരുപാട് പോയിന്റ്സ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, എന്താ സംഭവം? നമ്മളിപ്പോൾ കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ ഡിസ്കഷൻ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ബോർഡ് എക്സാം പ്രത്യേകിച്ച് തലേ ദിവസം ലൈവിൽ പഠിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് മിസ്സാവുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കള്ളികളോട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് എക്സാംസും എൻട്രൻസ് എക്സാംസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് 1 by 1 ആയിട്ട് നമുക്കൊന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ്റെ ഒരു ഫ്യൂച്ചറിലോട്ടൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് അറിയണം. അതിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയെന്നുള്ളത് ഇപ്പം തന്നെ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് വളരെ നന്നായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അവർക്ക് ലൈഫിൽ അവർ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അച്ചീവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിലിപ്പം പക്ഷേ നടുക്കുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ, അതെന്തെങ്കിലും? അത് നമുക്ക് നടുവിൽ റിവീൽ ചെയ്യാം. ഒരു തേർഡ് ഒക്കെ കഴിയുമ്പോൾ അതൊരു സർപ്രൈസ് ആണ്. എല്ലാ പാരന്റ്സിനും സ്റ്റുഡൻസിനും ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് റിവീൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡ് എക്സാമിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കിയാലോ? യെസ്. സബ്ജക്റ്റീവ് എക്സാമുകളായിരിക്കും ബോർഡ് എക്സാമിൽ നമ്മൾ അപ്പിയർ ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ മാത്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ 5 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നമ്മളൊരു പകുതി വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2, 3, 4 ലാസ്റ്റ് സ്റ്റെപ്പ് തെറ്റിയാല് ടീച്ചർ നമ്മളെ ക്ലാസ്സിലെ നമ്മളെ നല്ലൊരു മോനല്ലേ, അവന് 5-ൽ 3 മാർക്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ 4 മാർക്ക് കൊടുത്തേക്കാം എന്നുള്ളത് അവര് ചിന്തിക്കും, അല്ലേ? റൈറ്റ്. എന്നാൽ നമ്മളൊരു എൻട്രൻസ് എക്സാമിന് വരുമ്പോൾ MCQ ബേസ്ഡ് എക്സാം ആണ്. അവിടെ കറക്റ്റ് ആയിട്ട് 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്ഷൻസിലാണ് ഉത്തരം ഉണ്ടാവുക. ചില കുട്ടികൾക്ക് ഇങ്ങനെ ചിന്ത ഉണ്ട്, ഈ MCQ ആവുമ്പോൾ ആക്ച്വലി അത് കുറച്ച് എളുപ്പമാണ് എന്നുള്ളത്. ആൻസർ അവിടെ 4 ഏതോ ഒന്നാണ് ആൻസർ, കുത്തിയാൽ മതി, എളുപ്പമാണല്ലോ എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ സബ്ജക്റ്റീവ് എക്സാമിനെക്കാളും ഡിഫിക്കൽട്ട് ആണ് പലപ്പോഴും MCQ എക്സാം. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റിയാൽ മാർക്ക് പോവും. അവിടെയാണ് രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ഉള്ളത്. നമുക്ക് ബോർഡ് എക്സാമിന്റെ രണ്ടാമത്തെ ഒരു പോയിന്റിലോട്ട് പോവാം. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളോട് എപ്പോഴും പറയാറുണ്ട് ബോർഡ് എക്സാമിന് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. പലപ്പോഴും നമ്പർ മാത്രം ഇട്ട് വെക്കാനൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നുള്ളതിന് ബോർഡ് എക്സാമിന്റെ അതിന് വീണ്ടും എളുപ്പമാക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അതെ. എന്താ നമ്മൾ എൻട്രൻസ് എക്സാമിന് ഒരുപാട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതി തെറ്റിയാൽ നമുക്ക് 0 മാർക്ക്. നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ബോർഡ് എക്സാമിന് ചിലപ്പോൾ 4-ൽ 3 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ കിട്ടിയേക്കാം. ഇവിടെ 0 മാർക്കോ അല്ല കിട്ടുക, തെറ്റിപ്പോയാൽ -1 കിട്ടുക, പലപ്പോഴും കിട്ടുക. അപ്പൊ നമ്മൾ കെയർഫുൾ ആയിരിക്കണം, ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പോഴും കെയർഫുൾ ആയിട്ട് ചെയ്യണം. എൻട്രൻസ് എക്സാമിന് പല കുട്ടികൾക്കും ചിലപ്പോൾ 0ന്റെ താഴെ മാർക്ക് വരാറുണ്ട്. നമ്മൾ ഒരിക്കലും ബോർഡ് എക്സാമിൽ 0ന്റെ താഴോട്ടുള്ളത് നമ്മൾ കേട്ടില്ല. നെഗറ്റീവ് മാർക്ക് വരുന്ന കുട്ടികളുണ്ട് മുഴുവൻ തെറ്റിച്ചിട്ട്. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളത് ഈ ഒരു എൻട്രൻസ് എക്സാംസിന്റെ വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആക്ച്വലി തെറ്റിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് അല്ല പോവുക, 5 മാർക്ക് പോവും. ഇവിടെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇത്തവണത്തെ ഒരു നീറ്റ് പരീക്ഷ എടുക്കുക. 720 മാർക്കിനാണ് നീറ്റ് എക്സാം. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് 675+ ഒക്കെ ഉള്ള ആളുകൾക്കാണ് MBBS കിട്ടുന്നത്. ഒരു 674 ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ തെറ്റിച്ചു, എന്താ സംഭവിക്കുക? ഗവൺമെന്റ് MBBS എന്നുള്ള സ്വപ്നം ഈ വർഷം കിട്ടാത്തൊരവസ്ഥ. അത് ചിലപ്പോൾ സെൽഫ് ഫൈനാൻസിങ് കോളേജ് പോകും. ഇതിന്റെ ഇമ്പാക്ട് എന്താന്ന് പല ആൾക്കാരും ആലോചിക്കുന്നുണ്ടാവും, അല്ലെ? എന്താ അതിന്റെ ഒരു ഇമ്പാക്ട് എന്നുള്ളത്? ഇപ്പൊ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കണമെങ്കിൽ ഒരു വർഷം 30,000 രൂപ കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ സെൽഫ് ഫിനാൻസിങ് പഠിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം ഷഫീർ സാർ? വർഷം 8 ലക്ഷം. 8 ലക്ഷമാണ് ഫീസ്. 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപ കൊടുക്കണം. അപ്പൊ ഒരു മാർക്കിന്റെ വില എന്താണ്? ഒരു മാർക്കിന്റെ വില ആക്ച്വലി ലക്ഷങ്ങളാണ്. ഒരു 38 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയ്ക്ക് ടോട്ടൽ MBBS കഴിയേണ്ടത് എത്ര ലക്ഷമാവും? 40 ലക്ഷമായി മാറും. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഗ്രേഡിംഗ്. ഇതാണ് ഇതിൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം. നമുക്കറിയാം ബോർഡ് എക്സാമിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത് ഗ്രേഡ് ആണ്. ഏറ്റവും ഫേമസ് ആയിട്ട് പറയുന്നത് ഫുൾ A+. അതാണ് സ്കൂളിൽ ബോർഡ് എക്സാമിൽ ഒരുവിധം കുട്ടികളുടെ എല്ലാം സ്വപ്നം. അപ്പൊ ഇതിനൊരു ലിമിറ്റ് ഇല്ല. എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഫുൾ A+ കൊടുക്കാം. അത് മാത്രമല്ല 100-ൽ 100 കിട്ടിയ കുട്ടിക്കും 100-ൽ 90 കിട്ടിയ കുട്ടിക്കും സെയിം ഗ്രേഡ് ആണ്. നമ്മുടെ 90 കിട്ടിയാലും A+ ആണ്, 91 കിട്ടിയാലും A+ ആണ്, 100 കിട്ടിയാലും A+ തന്നെയാണ്. ഇനിയിപ്പോൾ 5 ലക്ഷം കുട്ടികൾ എക്സാം എഴുതി 5 ലക്ഷം കുട്ടികൾക്കും A+ കൊടുത്താലും പ്രത്യേകിച്ച് ആരും പരാതി ഒന്നും പറയാൻ പോകുന്നില്ല. ഇവിടെ മൂന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. അതായത് ഒരു മാർക്കിന്റെ വില കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എൻട്രൻസ് എക്സാംസിലോട്ട് വരുമ്പോൾ അവിടെ റാങ്കിങ് ആണുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു എന്നുള്ളത് ആക്ച്വലി മാറ്റർ ചെയ്യുന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നീറ്റ് പരീക്ഷ തവണ എളുപ്പമായി, എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ 620 മാർക്ക് കിട്ടിയാൽ MBBS ഇത്തവണ 620 കിട്ടി, എനിക്ക് MBBS കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ 670 കിട്ടിയാലേ
MBBS കിട്ടുള്ളൂ. ഇനി എല്ലാവർക്കും ടഫ് ആയാലോ, അപ്പൊ എല്ലാവർക്കും മാർക്ക് കുറയും അല്ലെ. അപ്പൊ ഇവിടെ റാങ്കിങ് ആണ്, റിലേറ്റീവ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെയാണ് ഒരു മാർക്കിന്റെ വില നമുക്ക് ആക്ച്വലി മനസ്സിലാവും. അതുപോലെ നമ്മൾ പറയാറുണ്ട് ഇത് ആക്ച്വലി റാങ്കിങ് ആയതുകൊണ്ട് തന്നെ ഇത് എലിമിനേഷൻ എക്സാമുകളാണ്. എക്സാക്ട്ലി. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതുന്നതിൽ നിന്ന് എത്ര സീറ്റ് ആണോ ഉള്ളത് അത്രയും ആളുകളെ സെലക്ട് ചെയ്യുക, ബാക്കി ആളുകളെ എലിമിനേറ്റ്. അതെ, ഒരു JEE NEET നടത്തുന്നത് നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് ഉള്ളത് എന്നുള്ളതാണ്. അല്ല, നമ്മൾ 3 കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് റിവീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക്? XET ആണ്, X&Yയുടെ എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്നാൽ സെപ്റ്റംബർ 28 അല്ലെ, സെപ്റ്റംബർ 28 നടത്തുന്നുണ്ട്. അതായത് ഇത് നമുക്ക് ഇത് എഴുതാൻ പോകുന്ന കുട്ടികൾ എന്നുള്ളത് ക്ലാസ് 5 മുതൽ 9 വരെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ആയിട്ട് എഴുതാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ നൽകാൻ വേണ്ടി X&Y ലേണിംഗ് നടത്തുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ടുള്ള ഒരു എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് XET എന്നുള്ളത്. രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇതിപ്പോൾ കാണുന്ന കുട്ടികൾ ചിലപ്പോൾ അവരുടെ അനിയന്മാരുണ്ടാവും, പാരന്റ്സിന്റെ മക്കളുണ്ടാവും. ഈ ആളുകളെ കൊണ്ടൊക്കെ നിങ്ങൾ XET എഴുതിക്കാൻ നല്ലൊരു അടിപൊളി സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൂടാതെ കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുള്ളൊരു എൻട്രി പോയിന്റ് കൂടിയാണ് XET എന്നുള്ളത്. അടുത്ത വർഷത്തോടുള്ള അഡ്മിഷൻ ആട്ടോ നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്കൂളിന്റെ കൂടെ തന്നെ സയൻസ് മാത്ത് സബ്ജക്റ്റുകളിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് 4th പോയിന്റ് എന്താണ്? സിംഗിൾ സബ്ജക്ട്. അതായത് നമുക്ക് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് ആണ് സ്കൂളിലെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മളെ പണ്ട് എന്തൊരു ടെൻഷൻ അടിച്ചിട്ടുണ്ട് അല്ലെ. ഇന്ന് 2 ദിവസം കഴിഞ്ഞാൽ മാത്സ്, ആ 2 ദിവസം നമ്മൾ മാത്സിന് വേണ്ടി തല കുത്തി മറിയും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ SSLC എക്സാം എന്നൊക്കെ പറഞ്ഞാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോസസ്സാണ്. 4 ദിവസം ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ അത്രയും സമയം കിട്ടിയിട്ടൊക്കെ നമുക്ക് ഒരു സബ്ജക്ട് ഫുൾ പഠിച്ച് റിവൈസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സബ്ജക്റ്റിന്റെ എക്സാം എഴുതിയാൽ എന്ന് മാത്രമല്ല നമ്മൾ ആലോചിച്ചു. അപ്പൊ ഈ സിംഗിൾ സബ്ജക്ട് എക്സാം നമ്മൾ മാത്സ് എക്സാം എടുക്കുക, ഒരു 80 മാർക്കിന്റെ എക്സാം ആണല്ലോ മാത്സ് എക്സാം SSLC. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും 80 മാർക്കിന്? 80 മാർക്കിന് ഒരു 15 ക്വസ്റ്റ്യനും സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടക്കം മേ ബി ഒരു 30 ക്വസ്റ്റ്യൻ, ഓരോന്നും 2-3 സബ് ക്വസ്റ്റ്യൻ. 30 ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര മണിക്കൂറാ സമയം? 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കൊണ്ട് 80 മാർക്കിന് നമ്മൾ 30 ക്വസ്റ്റ്യൻസ് എഴുതണം. ഇനി നമുക്ക് എൻട്രൻസ് എക്സാം, JEE NEET പോലത്തെ എൻട്രൻസ് എക്സാം എന്തായിരിക്കും നോക്കാം. മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പൊ നീറ്റില് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒറ്റ ദിവസം എഴുതണം. JEEക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒറ്റ ദിവസം എഴുതണം. CUT പോലത്തെ എക്സാം വരുമ്പോഴും അതും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ നീറ്റ് എക്സാം എടുക്കാം, 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 90 ബയോളജി, 45 ഫിസിക്സ്, 45 കെമിസ്ട്രി. ഇതില് ആകെ 3 മണിക്കൂർ, 180 മിനിറ്റ്, 180 ക്വസ്റ്റ്യൻസ്. എന്ന് മാത്രമല്ല ഈ 180 ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം 100ഓളം ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അതെ, അതായത് നമ്മൾ മാത്സ് മറ്റു പഠിക്കാൻ പോകുമ്പോൾ 10 ചാപ്റ്റർ എന്നാണ്. 10 ചാപ്റ്റർ നമുക്ക് ഒരു ദിവസത്തിന് പഠിക്കാനുള്ളത്. ഇത് 3 മണിക്കൂർ കൊണ്ട് നമ്മൾ 3 സബ്ജക്ട് എഴുതണം, ഒരു 100 ചാപ്റ്റർ പഠിക്കണം. എന്ന് മാത്രമല്ല നമ്മൾ ആ എത്രമാത്രം മിനിറ്റ്സ് ഉണ്ടോ ഏകദേശം അത്രത്തോളം, അല്ലെങ്കിൽ വലിയൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. ഇതാണ് ആക്ച്വലി എൻട്രൻസ് എക്സാംസിന്റെ വലിയൊരു പെക്യുലാരിറ്റി ഉള്ളത്. ഒരാളുടെ ഒരു നോളജ് ലെവലിനെ വളരെ ഡീപ്പായിട്ട് സ്കിൽ ലെവലിനെ അത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് വലിയൊരു ഫാക്ടറാണിത്. ഓക്കെ, ഇനിയുള്ളതാണ് 5ാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. 5ാമത്തെ കാര്യമാണ് എന്തിനാ ബോർഡ് എക്സാംസ് ഉപയോഗപ്പെടുന്നത്. ബോർഡ് എക്സാംസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അഡ്മിഷൻസിന് വേണ്ടി മാത്രമാണ് ഇപ്പം ഉപകാരപ്പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എന്തിനാ ഫുൾ A+ കിട്ടുന്നത്? +1 നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ. പക്ഷെ അതിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതും കിട്ടാത്തൊരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും മാർക്കാണ്, എല്ലാവർക്കും ഫുൾ A+ കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പൊ തൊട്ടടുത്തുള്ള സ്കൂളിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കിട്ടുന്നില്ല, മറ്റ് കോഴ്സ് എടുക്കേണ്ട ഇനി പല ആൾക്കാരും അത് എടുക്കുന്നില്ല. പല ആൾക്കാരും ഇപ്പൊ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് അത്തരം ഓപ്പർച്യൂണിറ്റീസിലോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ പല ആൾക്കാരും പോകുന്നുണ്ട്. എന്നാൽ നമ്മളൊരു എൻട്രൻസ് എക്സാം എഴുതുന്നത് എന്തിനാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ IIT പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എയിംസിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങളൊരു കാറ്റ് എഴുതി നിങ്ങളൊരു IIM പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ, IP MAT എഴുതണമെന്നുണ്ടെങ്കിൽ, റൈറ്റ്, യു വിൽ ഗെറ്റ് അഡ്മിഷൻ ടു ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഈവൻ നമ്മൾ ആർക്കിടെക്ചർ ആയാലും ഡിസൈൻ കോഴ്സസ് ആയാലും ഒക്കെ എല്ലാത്തിലെയും ബെസ്റ്റ് സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാം. നിങ്ങൾക്ക് +2 1200 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ആരും IITയിൽ സീറ്റ് തരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എയിംസിൽ സീറ്റ് തരാൻ പോകുന്നില്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് തരാൻ പോകുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ആളുകൾ മറച്ചു വെക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യമാണ്. ബോധപൂർവ്വം മറച്ചു വെക്കുന്നല്ല പറഞ്ഞത്. ഒരു
അനാവശ്യമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ബോർഡ് എക്സാംസിന് കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മാറിയിട്ട് നമ്മൾ ആക്ച്വലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഒരു ഫോക്കസ് മാറിപ്പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇത് കൃത്യമായി അറിയുന്ന ആൾക്കാരുണ്ടോ, നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഈ വീഡിയോ കാണുന്നതിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയ ആളുകളുടെ കമന്റ് അത് ബാക്കിയുള്ളവർക്ക് വളരെയധികം എൻലൈറ്റനിങ് ആകും എന്നുള്ള ഒരു സംശയമുള്ളത്. ഇപ്പം മെജോറിറ്റി ഓഫ് കുട്ടികളും ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് അജ്മൽ സാറിന്റെ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, മെജോറിറ്റി ഓഫ് കുട്ടികളും ഈ ഒരു സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ കടന്നു പോയിട്ട് എന്തായാലും നമുക്ക് നല്ലൊരു കോളേജിലേക്ക് ഭാവി അഡ്മിഷന് വേണ്ടി നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്താണ് നമ്മുടെ കുട്ടികൾ ഇപ്പൊ കറന്റ് എവിടെയാണ് അവർ എത്തി നിൽക്കുന്നത്? അത് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡ് എക്സാംസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തലേ ദിവസം പഠിച്ചാൽ തന്നെ കുഴപ്പമില്ലാത്ത മാർക്ക് ബോർഡ് എക്സാംസിന് കിട്ടും. ഒന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് ഇതിനപ്പുറമുള്ള ഒരു ലോകത്തെ കുറിച്ച് കുട്ടികൾക്ക് അറിവില്ല, കുട്ടികൾക്കില്ല, പാരന്റ്സിനും ഇല്ല. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇപ്പൊ IIT ഉണ്ട് അല്ലെങ്കിൽ എയിംസ് ഉണ്ട്, അവിടെയൊക്കെ പോകണം. പക്ഷെ പോകാനുള്ള വഴി എന്താണ്? കാരണം ഇവിടെ ഗോള് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നീറ്റ് പരീക്ഷ എത്ര ആൾക്കാർ എഴുതുന്നുണ്ട്? 24 ലക്ഷം ആൾക്കാർ. 24 ലക്ഷം ആൾക്കാരെയും ആഗ്രഹം എന്താണ്? ഗവൺമെന്റ് MBBS ഡോക്ടർ ആവണം എന്നാണ്. പക്ഷെ 24 ലക്ഷം ആൾക്കാർക്ക് ഡോക്ടർ ആവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതെ. അപ്പൊ അവിടെ എന്താ, ആ ഒരു പ്രോസസ്സിലൂടെ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കടന്ന ആളുകളാണ് ബേസിക്കലി ഡോക്ടർ ആവുക. അല്ലാത്തത് കൊണ്ടാണ് ഈ 2, 3, 4 വർഷമൊക്കെ കുട്ടികൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ദുരന്തം അവിടെയാണ്. നമ്മൾ ഒരു ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടതല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലെ വലിയ വലിയ ഗോൾസ് ആണ് ആക്ച്വലി നമുക്ക് മിസ്സായി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ഒരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാക്കണം. 2 എക്സാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ ഒരു സിസ്റ്റത്തിലോട്ട് അതിന് താല്പര്യമുള്ള കുട്ടികളെ കൊണ്ടുവരണം. സയൻസിനും മാത്സിനും മിടുക്കരായിട്ടുള്ള, അല്ലെങ്കിൽ അക്കാഡമിക്സിൽ മുന്നിലേക്ക് പോകണം ആഗ്രഹമുള്ള, വലിയ സ്വപ്നങ്ങളുള്ള, IIT പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, NIT പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള, എയിംസിൽ പോയി ഡോക്ടർ ആവണം എന്ന് ആഗ്രഹമുള്ള, ഡൽഹി യൂണിവേഴ്സിറ്റി പോകണം എന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പോകണം എന്ന് ആഗ്രഹമുള്ള മക്കൾക്ക് ഒരു പ്ലാറ്റ്ഫോം വേണം. അവരിതാ ഇവിടെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതുകൊണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ A+ കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതൊരു സ്കൂൾ അഡ്മിഷൻ എടുക്കാം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു യൂസ് ഇല്ല. പിന്നെ ഒറ്റ സ്ഥലത്ത് മാത്രമേ യൂസ് ഉള്ളൂ. IIM അഡ്മിഷൻസിന് 10th മാർക്ക് പരിഗണിക്കണം. പക്ഷെ എനിക്ക് ഉറപ്പാണ്, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി ഇത് കിട്ടിപ്പോകും. അതിനുവേണ്ടി അവർ വലിയ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴേ ഇതിന് സ്വപ്നം കണ്ട് പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് വേദലഹോട്ടിനെ ആളുകൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ വർഷം JEE അഡ്വാൻസ്ഡ് എക്സാമിൽ 360 355 മാർക്ക് വാങ്ങി, റെക്കോർഡ് മാർക്കാണ് അഡ്വാൻസ്ഡ് എക്സാമിന്റെ ഹിസ്റ്ററിയിൽ തന്നെ. ഓൾ ഇന്ത്യ റാങ്ക് 1 വാങ്ങിയ സ്റ്റുഡന്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. റൈറ്റ്, വേദലഹോട്ടിയുടെ പഠനം തുടങ്ങുന്നത് ഇതുപോലെ ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ട് പിന്നെ +1 എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകുന്ന ഒരു സ്റ്റുഡന്റ് അല്ല. എനിക്ക് തോന്നുന്നു 6th 7th മുതൽ തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് ആണ്. പല ഒളിമ്പ്യാഡ്സിലും ഹൈസ്കൂളിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഈവൻ ഈ ഒരു അഡ്വാൻസ്ഡ് എക്സാമിന്റെ കൂടെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ഫിസിക്സ് ഒളിമ്പ്യാഡിൽ, ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലൊക്കെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. 2017 2024 എക്സാമിന് വേദലഹോട്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് റാങ്കിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മത്സരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികളോടല്ല, ഈവൻ നമ്മുടെ ജില്ലയിലെ കുട്ടികളോടല്ല, നമ്മുടെ സ്റ്റേറ്റിലെ കുട്ടികളോട് പോലല്ല. നമ്മൾ മത്സരിക്കുന്നത് നാഷണൽ ലെവലില് കോട്ടയിൽ നിന്നുള്ള, ഹൈദരാബാദിൽ നിന്നുള്ള, അലിഗഡിൽ നിന്നുള്ള, ഡൽഹിയിൽ നിന്നുള്ള, മുംബൈയിൽ നിന്നുള്ള, ചെന്നൈയിൽ നിന്നുള്ള, ബാംഗ്ലൂരിൽ നിന്നുള്ള നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള കുട്ടികളോടാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ഇന്ത്യയിലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിരന്തരം ഈ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. റൈറ്റ്. അപ്പൊ നമുക്ക് ബാക്കി കണ്ട ആളുകൾക്ക് അവരുടെ അഭിപ്രായം അല്ല, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അതെ, നിങ്ങൾ എല്ലാവരും ഇതല്ലാത്ത ഡിഫറൻസുകൾ, ഇത് എഴുതിയ ആളുകൾക്ക് ബോർഡ് എക്സാം വേഴ്സസ് എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇട്ടു എന്നുള്ളത് മാത്രം നമുക്ക് അതുകൂടി കേൾക്കണം. ബാക്കിയുള്ളവർ കൂടി അതിൻ്റെ ഒരു ഡിഫറൻസ്, നിങ്ങൾ +2 എക്സാം എഴുതിയപ്പോൾ, നിങ്ങളൊരു JEE എക്സാം എഴുതിയപ്പോൾ, അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതിയപ്പോൾ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ആക്ച്വലി ഒരു ഐ ഓപ്പണർ ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം നമ്മുടെ XCT സെപ്റ്റംബർ 28 നടക്കുന്നുണ്ട്. ഒരു അറ്റംപ്റ്റ് 5 മുതൽ 9 വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് XCTയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അനിയന്മാരെയും അനിയത്തിമാരെയും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് ഗുഡ് സ്കോളർഷിപ്സ് ആൻഡ് എൻട്രി ടു X&Y ലേണിംഗ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അല്ലേ. അപ്പൊ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.